ദശകം 5 ശ്ലോകം 2. കാലകർമ്മഗുണാച്ഛ ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യസ്ത്വമയിഫോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഭൂയോ ഭവത്സംഭവാഃ. കാലകർമ്മഗുണാച്ഛ ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ. കാലം കർമ്മങ്ങളും കാലവും കർമ്മങ്ങളും ഗുണാച്ഛ 3 ഗുണങ്ങളും എന്നുവെച്ചാൽ രജോഗുണം തപോഗുണം സത്വഗുണം എല്ലാം ജീവനിവഹ ജീവസമൂഹങ്ങളും വിശ്വം ച കാര്യം വിഭോ മായയാലുണ്ടാകുന്ന ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്ന വിഭോ ഭഗവാനേ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയോ. ആ യോഗനിദ്രയിൽ പ്രാപിച്ച അങ്ങയിൽ ആ പ്രളയ സമയത്ത് നിർലീനതാമായയോ ആ മായയിൽ അലിഞ്ഞു. തേഷാം നൈവ വദന്ത്യസ്ത്വമയിഫോ ശക്ത്യാത്മനാ തിഷ്ഠതാം. ഈ പറഞ്ഞതൊന്നും വദന്ത്യ പറയുന്നില്ല, സ്ത്വമയി ഫോ ഇല്ലാത്തതായി പറയുന്നില്ല, ശക്ത്യാത്മനാ തിഷ്ഠതാം ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക്, നോ ചേത്കിം തീരെ ഇല്ലാതായെങ്കിൽ, ഗഗനപ്രസൂന സദൃശാം ഒരിക്കലും ഗഗനപ്രസൂന ഗഗനം വെച്ചാൽ ആകാശം, പ്രസൂനം വെച്ചാൽ പുഷ്പം, ആകാശത്തിൽ ഒരിക്കലും സദൃശ ഒരിക്കലും ഒരു പുഷ്പം ഉണ്ടാകില്ല. ഭൂയോ ഭവത് സംഭവ സൃഷ്ടി സമയത്ത് വീണ്ടും ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലയോ ഭഗവാനെ ആ സമയത്ത് ആ പ്രളയ സമയത്ത് എല്ലാ കർമ്മഫലവും 3 ഗുണങ്ങളും ജീവാത്മാക്കളുടെ കൂട്ടവും ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ആ യോഗനിദ്രയിലാണ്ട സൂക്ഷ്മരൂപത്തിൽ ആ ഭഗവാന്റെ ഉള്ളിൽ പോയി ലയിച്ചു. ആ ലയിച്ചവയെല്ലാം വീണ്ടും ഭഗവാനിൽ ലയിച്ചവയെല്ലാം വീണ്ടും സൃഷ്ടി സമയത്ത് ഉണ്ടാകുന്നു. തീരെ ഇല്ലാതായെങ്കിൽ ആകാശപുഷ്പങ്ങൾ ഒരിക്കലും ആകാശത്തൊരിക്കലും ഒരു പൂ വിരിയില്ല. അതുപോലെ തീരെ ഇല്ലാത്തതാണെങ്കിൽ പിന്നീട് സൃഷ്ടി സമയം ഉണ്ടാകില്ല എന്ന് ഭഗവാനിൽ ലയിച്ച സൃഷ്ടി സമയത്ത് വീണ്ടും ഭഗവാനിൽ ലയിച്ചവ സൃഷ്ടി സമയത്ത് വീണ്ടും ഉണ്ടാകുന്നു, ലയിക്കാത്തവ ഉണ്ടാകില്ല എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്.